പതിവില്ലാതെ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ കുറച്ച് സുഖം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചൂടെടുത്ത് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാനിൽ നിന്ന് വരുന്നത് പോലും ചൂട് കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ നേരത്തെ എണീറ്റ് ചോറിനുള്ള കറിയെല്ലാം വെക്കുകയാണ് കേട്ടോ. ചോറിനെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പതിവില്ലാതെ ജിനുവേട്ടൻ പറയണ ഇന്ന് ഉച്ചത്തേക്ക് ഫുഡ് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പരിപ്പും വെള്ളരിയും തേങ്ങ അരച്ച് വെച്ചതും ബീട്രൂട്ട് തോരനുമാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കുനുകുനാന്ന് മുറിച്ചിട്ടാണ് പൊരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ച നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ എന്തോ എടുക്കുന്ന സമയത്താണ് ഈ കൊണ്ടാട്ടം ഞാൻ കാണുന്നത് കേട്ടോ. കുറച്ച് കയ്പാണെന്നുണ്ടെങ്കിലും നല്ല ഇഷ്ടമാണ് ഇവിടെയുള്ള എല്ലാവർക്കും. അങ്ങനെ അതൊക്കെ ഞാൻ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ അമ്പു ആവ കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്പു നേരത്തെ തന്നെ എണീറ്റ് അച്ചുവേട്ടൻ്റെ കൈകളിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇനി അമ്പു എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റൂല. അങ്ങനെ അമ്പു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ. ഉമ്മ വെക്കും. അങ്ങനെ കുറച്ച് നേരം അമ്പുവിനെ കൊഞ്ചിച്ചതിന് ശേഷം ഞാൻ അച്ചുമോൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ജിനുവേട്ടന് പോവാൻ ഏകദേശം നേരം ആയതുകൊണ്ട് ചോറ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കുഞ്ഞു പാത്രത്തിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അച്ചുമോൻ്റെ പാത്രത്തിലാണ് ജിനുവേട്ടന് ചോറിട്ട് കൊടുക്കുന്നത്. കുറേ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പേരിയും കൂടി സൈഡാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ ഞാനിത് നമ്മുടെ കറി എടുക്കുന്നുണ്ട്. മറ്റൊരു പാത്രത്തിൽ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടവും പപ്പടം എല്ലാം ആക്കി വെള്ളം കൂടി എടുത്തിട്ട് ജിനുവാട്ടിനെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം എല്ലാവരും കേട്ടോ.